നോർവേന്ന് വന്നതാണ്. ഇതെനിക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ അറിയില്ല. നീ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് പക്ഷെ ഇത്ര വെയിറ്റോ അതിന്? Hello guys, welcome to my birthday vlog. നമുക്കപ്പോ ഗിഫ്റ്റ്സ് എല്ലാം അൺബോക്സ് ചെയ്യാം. ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഡ്രസ്സാണ്. എനിക്കിഷ്ടപ്പെട്ടു. അല്ല ഇനിയുണ്ട് എല്ലാം ഇതെന്താ കണ്ടിന്യൂസ് എടുക്കണല്ലോ, പോസ്റ്റ് എടുക്കാലോ. ബ്ലോഗ് നോർവേന്ന് വന്നതാണ്. ഫ്ലൈറ്റ് പിടിച്ച് ഒറ്റയ്ക്ക് വന്ന ബൊക്കെയാണ്. ഇത് കണ്ണൂരിന്ന് വന്നതാണ്. കണ്ണൂരിന്നല്ല, ശ്രീകണ്ഠപുരോ അല്ല എന്തിനാണ്? ഇതും നോർവേയിൽ വന്നതാണ്. ഈ ചിറകാണ്. അതെ. അയ്യോ എന്റെ ഫോണിലെ സ്പെൻസ് ഇപ്പൊ തിരുന്നതാണ്. ഇതും കണ്ണൂരുന്ന ഇതും കണ്ണൂരിന്ന് ബസ് പിടിച്ച് വന്നത്. ഇങ്ങോട്ടേക്ക് കാണിക്ക് തിരിക്ക് ഫ്ലവർ. അത് രസമുണ്ട്. അതെ, ഞാനിന്ന് റാൻഡം കളേഴ്സ് ഇനിയെല്ലാം ഗസ് ചെയ്യണം. ഗസ് ചെയ്യണം. ഇതിപ്പോ എന്തായിരിക്കും? ഇതെനിക്ക് ഇതിലാണ് എന്റെ ഒരു ആദ്യം കയ്യിലെടുത്ത തിരിച്ച്. അത് സാരമില്ല, കാണികൾ വെച്ചിട്ട് ഈ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. അതെ അതെ അതിന് ട്രൈപോഡ് എന്തോ എല്ലാരും പറയാം, ഗസ് പറയാം. എന്തോ അനക്കെല്ലാം അറിയാതൊന്നും ഞാൻ പറയുന്നില്ല. ചിലതൊക്കെ അറിയാം, പക്ഷെ ഇതറിയില്ല. ഇത് കണ്ടപ്പോ ഞാൻ അത് പേടിച്ചു. ഇതെന്താ സാധനം? നിന്റെ അടുത്തേക്ക് അവൻ അയച്ചത്. സുപ്രജയെ കളക്ട് ചെയ്തോണ്ട് വന്നത്. കോടാലി പോലെ സുപ്രജയെ താഴെ കളക്ട് ചെയ്തോ. അല്ല മറ്റേ കഷ്ടപ്പെട്ട് പോയി. സ്റ്റിക്കാണ് RGB LED ലൈറ്റ്. ഇത് വെച്ച് എനിക്ക് സിബി തന്നെ വീഡിയോസ് എടുത്ത് തരും. ഇതെനിക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ അറിയില്ല. മറ്റേ ക്യാമറാമാൻ ഇത് പെരിഞ്ഞാനെ കൊണ്ടുപോകുന്ന ട്രിപ്പ് പോകുമ്പോ എന്റെ എനിക്കൊരു പെണ്ണിനെ സഹായം വേണ്ട. ലൈറ്റ് ഓഫ് ആക്ക്, നമുക്ക് നോക്കാലോ. ലൈറ്റ് എത്തുമ്പോ RGB ഒക്കെ എങ്ങനെയാവോ? ഇനി കത്തിച്ചോ? ഒന്നുകൂടി കത്തിച്ചോ? എന്തെങ്കിലും പിടിച്ച് ഞെക്കില്ല. പല കളറും വരും.
സോറി, ഇത് നോക്കാനുള്ള വിവരം ഞങ്ങൾക്ക് ഇപ്പൊ ഇല്ല. നമുക്ക് അടുത്ത ഗിഫ്റ്റിലേക്ക് നടക്കാം. വീഡിയോയിൽ നോക്കുമ്പോ ഞാൻ ഇടക്കിടക്ക് ലൈറ്റ് ഇട്ടോ? ലൈറ്റ് ഇട്ടോ? അടുത്ത ഏതാ ഗസ്റ്റ് ചെയ്യണ്ടേ? ലൈറ്റ് ഓൺ. അല്ല എന്താണ് അതിന്റെ ലൈറ്റ് തന്നെ അറിയണ്ടേ? ഇത് തന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാനാണ്. അതെ, ഇത് ആരതിന്ന് എഴുതിയത് കൊണ്ട്. അല്ല, ബാക്കി എല്ലാത്തിലും എഴുതാന്ന് ചോദിച്ചു. പിന്നെ എല്ലാത്തിലും അരുതി തന്നെയല്ലേ എഴുതണ്ടേ? അതല്ലേ അത് ഞാൻ ഗസ് ചെയ്യുന്നത്. വേഗം തുറക്ക്. ഇതെല്ലാം കൂടെ ഗസ്സും ഇതും കൂടെ ഒരുമിച്ച് ഗസി. ഇതിപ്പോ ഇതൊരു റിങ്ങോ? ഇത് ചെയിനോ എന്തോ ആക്സസറി ആണെന്നാണ് എന്റെ സൗമ്യ എല്ലാം ചെയ്യാം. എല്ലാ ഫസ്റ്റ് എത്തിയില്ലേ നമ്മളെ ട്രൈപ്പോഡിൽ നിന്നാണ്. സമയം ലേറ്റ് ആയിരുന്നോ? അങ്ങനെയൊന്നും പറ്റൂല. ഇപ്പോഴും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അതെ ആക്സസറി, റിംഗ്, ചെയിന് അല്ലെങ്കിൽ കമ്മൽ. മൂക്കുത്തി കമ്മൽ. മൂക്കുത്തി ഇല്ല, ഒന്നുള്ള വിവരം എനിക്ക് ഇല്ലാതായി പോയതിൽ ഞാൻ അവിടെ അത് തള്ളിക്കണം. അനുഷ്ക ശർമ്മന്റെ ആണോ ഈ സാധനം ശരിക്കും ദിവ പറയുന്ന ബ്രാൻഡ്? ഇങ്ങോട്ട് കാണിക്ക്. കമ്മൽ. നൈസ്. താങ്ക് യു. എനിക്ക് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് പറയാം, ഇവള് വരുന്നതിന് മുമ്പേ ഞാൻ കമ്മൽ പഠിച്ചു. ഇവള് പറയാം ഞാൻ എപ്പോഴൊന്നും കമ്മൽ ഉപയോഗിക്കലില്ല, ഞാൻ എപ്പോഴും മറന്നു വന്നൊരു സാധനം കമ്മലും. ഞാൻ വിചാരിക്കും അയ്യോ ഞാൻ കമ്മലിനെ പഠിച്ചിട്ട്. ഇനി ഐശ്വര്യ ഇതെല്ലാം കണ്ടുവരുന്നത് ഇത് ഓൾ ദ വേ ഫ്രോം കണ്ണൂർ. നമുക്ക് പൊളിച്ചോണ്ട് പറയാം. ഇത് ഇതെന്തായിരിക്കും? ഇത് സ്പ്രേ. എനിക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. ഇത് അല്ല, ഇത് സ്പ്രേ അല്ല. എനിക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഗസ് ചെയ്തോ? ഇതൊരു ടെഡി ബെയർ പോലത്തെ എന്തോ ഒരു സാധനം. നോ നോ. അടുത്ത ഇതൊരു ഗ്ലൂ. നിനക്ക് വേണ്ട സാധനമാണ്. നീ പറഞ്ഞത് വേണം. എന്റെ ലിപ്സ്റ്റിക് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ. ഓക്കെ, എന്ത് സ്കിൻ കെയർ ആയിരുന്നു നിനക്ക് വേണം പറഞ്ഞു? എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നെയിൽ മ്യൂസിനായിരിക്കും. അല്ല, അതിനുള്ള തന്നെ വേറൊന്നും പറഞ്ഞിട്ടില്ല. ഭയങ്കര അതെ അല്ല, അത് സ്കിന്നിന്റെ ഒരിക്കലല്ല, അത് ഇതിനോട് കൊള്ളില്ല. ഞാൻ പറഞ്ഞത് ഡൈസൺ ആണ്. ഇത് അങ്ങനെ ഞാനും നോക്കല്ല ബർത്ത്ഡേക്ക് എന്നിട്ട് പറയണ്ടേ കാനഡയിൽ എത്ര ചോദിക്കും. ഇത് സ്നെയിൽ മ്യൂസിൻ, അണ്ടർ ഐ ക്രീം, കൊലാജൻ, സപ്ലിമെന്റ്, ഇതൊക്കെയാണ് ഞാൻ ഈ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ വീഡിയോ വ്ളോഗ് മിനി ആവൂലല്ലോ, വലുതാവും. ഞാൻ തോറ്റു, ഞാൻ തുറക്കാണ്. ഇത് നിന്റെ മറ്റേ മോയ്സ്ചറൈസർ, ഇവളെ മറ്റേ കോഫിന്റെ സാധനല്ലേ അതാണോ? അല്ല. ഹെയർ സെറം. ഇത് ഞാൻ സിബിയിൽ ഊറ്റാൻ നോക്കിയിരുന്നു. ഞാനാ പറഞ്ഞാണ്. അവൻ ചോദിച്ചു ഏതെല്ലാം ബ്രാൻഡ്സ് ആണ്. എന്റെ അടുത്ത് നീ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കൊറിയൻ ബ്യൂട്ടി ഓഫ് ജോസ് എന്ന് പറയുന്നത് കാണിക്കൂ. ഒരു സൺസ്ക്രീനോ എന്താ ശ്രദ്ധിക്കുന്നുണ്ട്. ചെക്കനൊക്കെ നീ പെട്ടാ പറഞ്ഞെടുത്താ പറഞ്ഞു. അതല്ലേ അവൻ പറഞ്ഞു സ്ഥിരം ഇവള് പറയുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണ്. ഹീ പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്. അവൻ കൊറേ എഫേർട്ട് അല്ല എടുത്തിട്ടുണ്ട്. ഇതെന്താ സാധനം? സൺസ്ക്രീൻ ഇത് ഞാൻ ഈ അടുത്ത് നൈക്കിയെ പോയപ്പോ അവനെയും കൊണ്ടുപോയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു ഇത് എനിക്ക് ഫോറെവർ വാങ്ങി തരുമോ? അവൻ പറഞ്ഞു വേണേ ഒരു സമയം വാങ്ങി തരാം, ഫോറെവർ ഒന്ന് 1500 രൂപ. അങ്ങനല്ല, സ്ഥിരം ആർത്തി ഓരോന്ന് ഓരോന്നും വേണമെന്ന് പറഞ്ഞോണ്ട് ഇവൻ ഏതാ ബ്രാൻഡ് എന്ന് മനസ്സിലാവുന്നുണ്ട്. അല്ലല്ല, അവന് ഓർമ്മയില്ല എന്തൊക്കെയോ. അവൻ ചോദിക്കാം ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടോ, അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ മറന്നു പോയിട്ടാ ബ്രാൻഡ്. അത് ഞാൻ കുലിക്കോ. ഇതും എന്തോ ഒരു സ്കിൻ കെയറോ എന്തോ സാധനമാണ്. അല്ല, അതെങ്ങനെ കുലിക്കുമ്പോഴേക്കും മനസ്സിലായി. അനക്കറിയുന്നോണ്ട് ഇതറിയാം. ഓ ശരിയാ, ഇത് രണ്ടും അറിയുന്നു. ആ ഇത് നീ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് അല്ല, അതിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സാധനമാണ്. നിന്റെ ലൈഫിൽ അതില്ലാതെ നിനക്ക് നടക്കില്ല. ലിപ്സ്റ്റിക് അല്ല അല്ല അല്ല, നീ വീഡിയോ എടുക്കാൻ ഈ സാധനം വേണം. എല്ലാത്തിനും നിനക്ക് ആ ഫോൺ കവറ്. ഫോൺ കവറോ ഫോണിന്റെ എന്തോ ഒരു ആക്സസറി.
പക്ഷെ ഇത്ര വെയിറ്റോ അതിന്? ഫോൺ സ്റ്റാൻഡ് ആ മറ്റിതാണോ എനിക്കൊന്നും മറ്റേ നമ്മളിങ്ങനെ ഫോണ് ഓരോ സ്ഥലത്ത് വെച്ച് യൂസ് ചെയ്യുന്ന ഒട്ടിക്കുന്ന എന്തോ സാധനം തോന്നുന്നു. അല്ലല്ലോ ഞാൻ പൊളിച്ചു നോക്കിയില്ല അതിനുള്ളിൽ. അല്ലടാ കവറടാ, അതാണ് ഇത്രയും വലിയ കപ്പല് വന്നത്. അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതിന്റെ ഉള്ളിൽ നീ അതാണോ എനിക്കറിയില്ല. പക്ഷെ വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇത് എടാ അതിന്റെ പ്രൊട്ടക്ഷൻ കവർ ആയിരിക്കും. അറിയോ അല്ലേ? ഇത് പവർ ബാങ്ക്, ആ ഞാൻ പറഞ്ഞേ പവർ ബാങ്കാ. എയറോസിക് സ്നാപ്പ്. ഇങ്ങോട്ട് കാണിക്കോ? ഓ ഇതാ അല്ലേ ഞാനിത് വിചാരിച്ചത്. എടാ ഇത് ഫോട്ടോയിൽ എങ്ങനെ അറിയോ? ഒരു കവർ പോലെ. ഞാൻ ഫോട്ടോയിൽ കവർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കവറാണ്. ഇല്ല വെയിറ്റില്ല. ഇവർക്ക് ബ്ലൂ തന്നെയാണ്, എന്തെങ്കിലും ബ്ലൂ. അതെ ഇതൊരു ഡ്രസ്സാണ്. അതായത് ഇതെന്തോ ജീൻസോ ജാക്കറ്റോ ആണ്. അല്ല. കറക്റ്റ് ഗസ് ചെയ്തോ? തൊട്ട് നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ നീ പറഞ്ഞതേക്കാണ്. അല്ലെങ്കിൽ ഇതൊരു ഫ്രോക്കാണ്. അല്ല സാരി അല്ല ഡ്രസ്സെല്ലാം കഴിഞ്ഞില്ലേ? ആ, ടോപ്പ്, അല്ല ചട്ടിയും ബ്രയും. അല്ല അതിലും കൂടുതൽ, അതിലും കൂടുതൽ പബ്ലിക്കായിട്ട് ഇറക്കാൻ പറ്റുമോ? ആ ജോക്ക് പറ്റിയ വേഷമാണ്. ഇത് നീ ഇട്ടിട്ട് വരുവും വേണം. ഇതാണ് നമ്മൾ വളരെയധികം ഇത് ഇന്നത്തെ നിന്റെ ബർത്ത്ഡേ ഡ്രസ്സാണ് സിബിനാക. നിനക്ക് വേണ്ടി മാത്രം മേടിച്ചതാണ്. എനിക്ക് ഇതിട്ട് വീഡിയോയുടെ മുന്നിൽ വരാമല്ലോ. അതെ വരാം. എന്തോ ജാക്കറ്റോ ബില്ലോ. അല്ല. ഈ മറ്റേതാണ് നമ്മളെ മറ്റേ എവിടുന്ന് രാജസ്ഥാനല്ല രാജസ്ഥാനോ? ഓഫീസിന് വാങ്ങിച്ചതാണല്ലേ നിനക്ക് ഇങ്ങനത്തെ ഡ്രസ്. ഇത് ഇട്ടിട്ട് ഇപ്പൊ ഞാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് തുറന്നു നോക്ക്. എന്തായാലും മിനിമം ഇതുള്ളത് ആ മറ്റേതാണോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കാണാനല്ലേ ഷാക്കിന്റെ ഒരു ആ. ആ പില്ലോ അല്ല ഡ്രസ് അതാ അവൻ പറഞ്ഞ ശരി. ബ്ലാങ്കറ്റ്. ആ ഞാൻ എപ്പോഴോ പണ്ടെങ്ങാണ്ട് ഒരു റീൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെ 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 അതാ ഞാൻ പറഞ്ഞ അവൻ അത്രയും നോക്കിയിരുന്നവരാണ്. അയ്യോ എനിക്ക് പോലും അറിയില്ലല്ലോ. ഞാൻ എനക്കറിയോ? എനിക്ക് ഇതിനെ പറ്റി അറിവുണ്ടായിട്ടില്ല. ഓനായിട്ട് നമ്മളെ എനക്കറിയും. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ടാണ്. ഷാർക്ക് ബ്ലാങ്കറ്റോ? നീ കണ്ടിട്ടില്ല? നീ ഉറങ്ങുമ്പോ ഞാനും ഇന്നേവരെ കണ്ടിട്ടില്ല ഈ സാധനം. ഇത് കുഞ്ഞു കുട്ടികൾ കിടക്കുന്ന സാധനം. വാലൊക്കെ ഉണ്ട് ഇതിന്. ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ കുട്ടിയിൽ കയറി. നീ ആണ് ഇങ്ങോട്ട് എത്തിക്കേക്ക്. അല്ല അപ്പൊ ഇങ്ങനെ നടക്കും. ഓ നല്ല സുഖമുണ്ട് പറഞ്ഞു. സ്ലീപ്പിംഗ് ബാഗിന്റെ അല്ല ഇവക്ക് ഈ സൈസും കയറുമല്ലോ. കാലപ്പുറത്ത് അതാണോ പറഞ്ഞത്? നീ മറ്റേ തലയിൽ കൂടെ ഉണ്ട്. സമയം എത്താക്കുന്നു. ഓ അയ്യോ അറിയാ. ഓ ഇത് പൊതപ്പ് പോലെയാ. ഞാൻ വിചാരിച്ചത് ഡ്രസ്സാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഗസ് ചെയ്യാൻ പോലെ അറിയില്ല. തണുപ്പുള്ള സ്ഥലത്ത് പോലെ കൊണ്ടുപോകല്ലേ. അവിടെ പറ്റി. വാൽപ്പാറയിൽ രാത്രി ഓ അതെന്താ സാധനം? കൈയോടാണുള്ള സാധനം. മറ്റേ കൈ ഇട്ട് മറ്റേ സിബിയോ തലയുടെ. ഇല്ലല്ലേ, ഇനി അതിനൊരു സ്ഥലം ഇതിലില്ല. ഇനി അതെന്തായിരിക്കും? ഓ അത് അത് ഡൈസന്റെ ഒരു പാർട്ടാണെങ്കിലോ നമുക്ക് പറയാൻ അത് പറ്റില്ല. പറ്റില്ല. അത് വലിയ പാർട്ട്. ഇത്രയെല്ലാം ഇത് വാങ്ങിയ സ്ഥിതിക്ക് ഇനി ഡൈസൺ അവന് വാങ്ങാനും അതെന്താ അങ്ങനെയൊന്നും സിബിഎസ് ഈ സിബിൻ അൺട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അതെ ഡൈസന് ഞാൻ മിന്നാന്ന് പോയി പൈസ വെച്ചതാ. 50,000 രൂപ അത് ഹെയർ സ്ട്രൈറ്റ്നർ ആയിരിക്കും. 50,000 രൂപ 49,000. പറഞ്ഞില്ലേ? ആ അതന്നെ. അല്ല കാരണം മൊത്തം പെട്ടി ഉണ്ടെന്ന് നിനക്ക് ഒബ്വിയസ്ലി മനസ്സിലാവും. എനിക്ക് ഹെയർ സ്ട്രൈറ്റ്നർ ആവാനുള്ള സാധ്യത ഈ സൈസിൽ. ഡൈസൺ ഈ വലുപ്പത്തിൽ കിട്ടൂല. ഡൈസൺ അല്ല, ഒരു പാർട്ട് മാത്രം അതിന്റെ പക്ഷെ ഞാനെല്ലാം അപ്പൊ ബാക്കി പാർട്ടികളുടെ ഉള്ളിലുണ്ട്. ആ ഞാൻ മറ്റേത് മാത്രം ഇടുന്നത് മാത്രം ഫോട്ടോയ്ക്ക്. എല്ലാരും പൊതിഞ്ഞിട്ട് എനിക്കറിയാം. എന്റെ ഏറ്റവും വിടുന്നില്ല. ഞാൻ എല്ലാ ഫോട്ടോ കണ്ടിട്ട് ഈ സാധനം നിനക്ക് ഇത് ഷൂ. ആ ഈ
അത് ഞാൻ റെഡ് കണ്ടോണ്ടല്ലേ മനസ്സിലാക്കിയ എനിക്ക് മനസ്സിലായി. നീ ഏത് ബ്രാൻഡ് പറ? ആ കണ്ടു പറഞ്ഞില്ല. ഞാൻ കളറ് പറ. കളറ് പർപ്പിൾ അല്ല. പർപ്പിളോ നീലയോ ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ മൾട്ടി കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വൈറ്റിന്റെ വേറൊരു ഗ്രേഡിയന്റ് പറ. ക്രീം. അല്ല ഗ്രേ. ആ ഒറ്റ കളർ ഒറ്റ കളറാണോ അത് മൾട്ടി? അല്ല, അല്ല, അതല്ല. നിനക്കൊരു choice മെയിൻ ഉണ്ട്. കളർ. പ്രോമിനന്റ് ആയിട്ട് കളർ ഉണ്ടാവില്ല എന്താണ് യെല്ലോ ഗ്രേ ആൻഡ് ഓറഞ്ച്. ഞാൻ ആ ഗ്രേ ആൻഡ് ഗ്രീൻ അല്ല, ഗ്രേ ആൻഡ് പേർപ്പിൾ എന്തായാലും ഉണ്ട്. ലാവെൻഡർ ഒന്ന്. അതന്നെ. മോൾസിന്റെ shoe size എന്താ? 5. 5 ഒന്നല്ല, 6ഉം 7ഉം ആണ് പറഞ്ഞില്ലേ നമ്മളെ ഓരോന്നും. വലുത്? അതെയാണ് 6 ആണോ? 6 അല്ലേ ചെയ്തെന്നിട്ട്? അമ്മോ ഓൻ ഓർഡർ ചെയ്തിട്ടാണല്ലോ ഡ്രസ്. ഇതിട്ടായി നീ എന്താ ഇതിലെത്തല്ലോ പക്ഷെ ഇതിന് നല്ല വലിപ്പമുള്ള പോലെ ഇല്ലേ? ആ ഇതിന് നല്ല സൈസ് ഉള്ളതില്ലേ? ഇത് സിബി സൈക്കോളജിക്കലി അവന്റെ ഹൈറ്റ് ഒപ്പിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടിരിക്കും. ആ ഓനക്ക് എപ്പെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇല്ല, അവന് കൊള്ളൂല്ല. അങ്ങനെയല്ല അവന്റെ ഹൈറ്റിലേക്ക് നീ എത്തും. ആദ്യം എല്ലാം സീരിയസ് ഒക്കെ ഇരിക്കും. അതെ. ഓക്കെ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ബോക്സിംഗ് വീഡിയോ ആ പറഞ്ഞോ ലാസ്റ്റ് ഇല്ല. സെന്റൻസ് ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചത് കൊണ്ട് ഇത് ഞാനായിട്ട് അൺബോക്സ് ചെയ്യുന്നില്ല. ഇത് ഏത് ജില്ലയെന്നാ? നല്ല കണ്ണൂര് നല്ല ഇന്ദ്രാനഗർ. കണ്ണൂരിൽ ഇന്ദിരാനഗർ വഴി മേലെ കവിയുടെ expression കണ്ടിരുന്നു. ഞാൻ നോക്കിയിരിക്കരുത് ദാനമുള്ള സന്തോഷം. മോളൂസിന്റെ ഈ വർഷത്തെ എന്താ ബർത്ത്ഡേ വിഷ് എന്താ? കല്യാണം കഴിക്കുന്നു. അത് ഈ വർഷം എന്തായാലും അവന്റെ നടക്കൂല. അടുത്ത വർഷം നടക്കും. കുട്ടി പട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. പട്ടി. റൂം സെറ്റാക്കി തന്നു. ഇത് ഞാൻ ഏറെ കേട്ടു. ചുറ്റുള്ളപ്പോ ഞാൻ എന്തിനേക്ക് വിഷയൊക്കെ ചെയ്യും. എന്നാലും എന്തെങ്കിലൊക്കെ പറയായിരുന്നു. അല്ല, ഞാൻ അങ്ങനെ വിഷിനെ പറ്റി ആലോചിച്ചു. ഞാൻ ഇപ്പൊ നിങ്ങളൊന്നും വരുന്ന പോലും വിചാരിച്ചില്ലല്ലോ. ഞാൻ നമ്മള് 3 പേര് ഈ കേക്ക് വന്നു. ചിലപ്പോ സിബി എന്തായാലും അയക്കും, അല്ലെങ്കിൽ സിബി മറ്റന്നാൾ തരും എന്നുള്ള എനിക്ക് എന്തായാലും അറിയാം. അതില് സർപ്രൈസ് ഇല്ല. ശ്ശേ. അപ്പൊ നമ്മളിവിടെ ഇരുന്നിട്ട് പറ്റില്ല എന്ന് വിചാരിച്ചു. അതിന് വരുന്ന മോശമായി പോയില്ലേ? കാരണം എന്റെ ഉറക്കം ഞാനും 10:30 കിടക്കുന്നു. അത് അച്ഛനോ 10 മണി ഞാൻ അച്ഛനെ കാണാനില്ല. ഞാനോട് പറഞ്ഞു അൺബോക്സിംഗ് വീഡിയോയുടെ കഴിഞ്ഞിരിക്കുന്നു. ടാറ്റാ. അല്ല നന്ദി നന്ദി നമസ്കാരം ഒന്നും അതിലില്ല. ലൈക്ക് സബ്സ്ക്രൈബ് പറഞ്ഞില്ല. കുറച്ച് കിസ്സെല്ലാം കൊടുത്തേ.